ഗൈസ് ബിബിൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈ സിറ്റി FC-യുടെ വിങ്ങർ ആയിട്ടുള്ള താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതയെപ്പറ്റി കഴിഞ്ഞ ജനുവരിയിലൊക്കെ തന്നെ ശക്തമായിട്ട് ഇങ്ങനെ റൂമേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് അടുത്ത സീസണിലേക്ക് വരാനുള്ള ഒരു സാധ്യതയെ പറ്റിയിട്ട്. ഇപ്പോൾ ഇതാ സീസൺ അവസാനിക്കുന്ന സമയത്ത് വീണ്ടും അതിനെ ചൊല്ലിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു പോസിബിലിറ്റിയെ പറ്റിയിട്ടല്ല സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ. ബിബിൻ സിംഗ് എന്ന് പറയുന്നൊരു താരം നിലവിൽ KBFCക്ക് ആവശ്യമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും സ്പെൻഡ് ചെയ്യണോ, അദ്ദേഹത്തിന് ഒരു വലിയ കോൺട്രാക്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണോ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ലാസ്റ്റ് സീസണ് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് റൈറ്റ് വിങ്ങിൽ ഒരു പ്ലെയറെ വളരെ അത്യാവശ്യമാണെന്ന സാഹചര്യത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള പേരുകളിൽ ഒന്നായിരുന്നു ബിബിൻ സിംഗ് എന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹം ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. നമുക്ക് ഇല്ലാതിരുന്നത് അങ്ങനത്തെ ഒരു റൈറ്റ് വിങ്ങറാണ്. ഇപ്പോൾ രാഹുൽ KP ആണെങ്കിലും നിഹാലാണെങ്കിലും സൗരവ് ആണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ സീസണിൽ ഈ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് പ്രസൻറ്റിലെത്തി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ സീസണിൽ വളരെ കുറച്ച് പോസിറ്റീവ്സേ KBFCയിൽ സംഭവിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവായിരുന്നു കോറു സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടീനേജറായിട്ടുള്ള പ്ലെയറെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടി എന്നുള്ളത്. ലെഫ്റ്റിൽ നിന്നുള്ള പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുമ്പോൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ റൈറ്റ് ഒരു പ്രശ്നം തന്നെയായിരുന്നു. അവിടെയാണ് കോറു സിംഗ് എന്ന് ഒരു ചേഞ്ച് വരുത്തിയത്. 17 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. അതിൽ നിന്ന് 2 ഗോളും 4 അസിസ്റ്റും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. ഫസ്റ്റ് ISL സീസണാണ്. ഈ ഒരു ടീനേജർ എന്ന് പറയുന്ന ഒരു ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു പെർഫോമൻസ് തീർത്തും അടിപൊളി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹം സീസണിൻ്റെ ആദ്യഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇടയ്ക്ക് വെച്ചിട്ടാണ് അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അണ്ടർ 20 കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം പയ്യാണ് ഫസ്റ്റ് 11ലേക്ക് തന്നെ ഒരു സ്ഥാനം പിടിച്ച് പിന്നീട് അദ്ദേഹം ആ ഒരു സ്ഥാനം ഉറപ്പിക്കുന്ന ലെവലിലേക്ക് മാറി എന്നുള്ളതാണ്. ഇനി ബിബിൻ സിംഗിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബിബിൻ സിംഗിൻ്റെ ഒരു സാലറി കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടത് 1 CR+ ആണ്. അതായത് ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണ് അദ്ദേഹം നോക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരു 4 വർഷത്തേക്ക് ഓൾമോസ്റ്റ് 5 കോടി അടുത്തൊക്കെയുള്ള ഒരു പാക്കേജൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും ഒരു വലിയ എമൗണ്ട് കൊടുത്തിട്ട് KBFC ബിബിൻ സിംഗിനെ കൊണ്ടുവരണമോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത്രയും വേർത്താണോ എന്നുള്ള സംശയം തീർത്തും ഉണ്ട്. ഞാൻ ഒരു ഹിപ്പോക്രസി പറയുകയല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മോഹൻ ബഗാൻ സ്പെൻഡ് ചെയ്യുന്ന പോലെ എല്ലാ പൊസിഷനിലും 2 പ്ലേയേഴ്സിനെ സെയിം എമൗണ്ട് കൊടുത്തിട്ട് അത്രയും സ്പെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സാഹചര്യത്തിലേക്ക് വരണം. അത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെങ്കിലും എത്ര മാറും എന്ന് പറഞ്ഞാലും ഈ ഒരു മാനേജ്മെൻറ്റിനെ വെച്ചിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടല്ലോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ലാസ്റ്റ് സീസണിൽ നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ പ്ലേയേഴ്സിൻ്റെ ഒരു ചാകരയായിരുന്നു. ഇപ്പം ഐമാന്, അതുപോലെ ബികാഷ്, അമ്മാവിയ, അങ്ങനെ ബ്രൈസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നതിനോടൊപ്പമാണ് നോവയെ കൂടി എത്തിച്ചത്. എന്നാൽ റൈറ്റ് വിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കുള്ളൊരു അവസ്ഥ എന്താണെന്നുള്ള അറിയാമല്ലോ. റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ മരുന്നിന് പോലും ഒരു പ്ലെയർ ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നല്ലോ. അപ്പം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഓരോ പൊസിഷനിലും സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് കുറേ പൈസ കൊടുത്തൊരു പ്ലെയറെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്ലെയറെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിബിൻ വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാലോ, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നന്നായിട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകുന്ന പ്ലേയേഴ്സിൽ ഒരാൾ തന്നെയാണ് ബിബിൻ സിംഗ് എന്ന് പറയുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ കളിക്കാൻ കഴിവുള്ള താരമാണ്. നിലവിൽ മുംബൈ സിറ്റി FC-യിലാണ് കളിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ 5 വർഷത്തെ റെക്കോർഡ്സ് നമുക്ക് പരിശോധിക്കുമ്പോൾ 2020-21 സീസണിൽ 22 മത്സരങ്ങളിൽ 6 ഗോളും 4 അസിസ്റ്റുമാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞുള്ള സീസണിലും 6 ഗോള് 3 അസിസ്റ്റ്, നല്ല നമ്പറാണ്. അതിനുശേഷം 7 ഗോള് 2 അസിസ്റ്റ് എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 2 സീസണുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസിൽ കുറച്ച് ഡിപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 4 ഗോളും 2 അസിസ്റ്റുമാണ്. ഈ സീസണിൽ ആകപ്പാട് 1 ഗോള് മാത്രമാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം മിൻസ് ഈ സീസണിൽ തന്നെ 1127 മിൻസൊക്കെ കളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഡിപ്പ് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ റെഗുലറായിട്ട് കളിക്കാത്തതിൻ്റെ ഒരു ഡിപ്പ് സംഭവിച്ചതാണോ എന്ന് പറയുന്ന ഒരു ചോദ്യങ്ങൾ അവിടെ നിലവിൽ. ബിബിനെ പിക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് പിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കോറു സിംഗ് അവിടെ ഒരു ലോങ് ടൈം കോൺട്രാക്റ്റിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വീണ്ടും അവിടെ വലിയൊരു സ്പെൻഡിങ് നടത്തിയിട്ട് ബെഞ്ചിലേക്ക് വരാനാണോ ഈ ഒരു പ്ലെയർ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആ സ്പെൻഡിങ്, ഇപ്പം ഗോൾ കീപ്പിംഗ് പൊസിഷൻ നമുക്ക് നല്ലൊരു പ്ലെയർ വേണം, DM പൊസിഷൻ നമുക്ക് നല്ല പ്ലെയർ വേണം. അപ്പം അങ്ങനെയുള്ളിടത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് മൊത്തത്തിലൊരു ബാലൻസ് ഉണ്ടാകും. അതല്ലെങ്കിൽ ഒന്നുകിൽ ചെയ്യേണ്ട കാര്യം കുറച്ചും കൂടി എമൗണ്ട് വളരെ നല്ല രീതിയിൽ കുറച്ചിട്ട് ബിബിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ്, നല്ല ഓപ്ഷൻസ് നമുക്ക് കിട്ടും. റൈറ്റ് വിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്ലേയേഴ്സ് ചിലപ്പോൾ ഫസ്റ്റ് ലോൺ കളിക്കുന്നതായിരിക്കില്ല, പക്ഷേ ആ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് പിക്ക് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ബിബിൻ സിംഗിൻ്റെ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതും എനിക്കറിയാൻ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അപ്പം അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കാണിക്കും. ഏഷ്യൻ സനിയ.